സമൂഹ മാധ്യമത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് സഹോദര, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് രാജ്യത്തിന്റെ ഏറ്റവും ജനാധിപത്യത്തിന്റെ അന്തസ്സത്തെ ബാധിക്കുന്ന വിഷയം. എനിക്കറിയില്ല എത്രമാത്രം മാധ്യമങ്ങൾ അതിനെ ഗൗരവമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആരും ഉപയോഗിക്കാതെ അങ്ങനെയാണല്ലോ ദേശീയ മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. അതും വനിതാ സമ്മേളനത്തിന് നമ്മളത് 2023 പാസ്സാക്കിയിട്ട് 3 വർഷക്കാലം അത് വെച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റിന് ഒരു കുഴപ്പമില്ല. 543 അംഗ സഭയിൽ 1/3 അപ്പോൾ തന്നെ ചെയ്യാത്ത ഗവൺമെന്റിന് കുഴപ്പമില്ല. ഞങ്ങൾക്ക് ആ കുഴപ്പം. ഈ രാജ്യത്തെ ബാധിക്കുന്ന ജനാധിപത്യത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം നിലനിൽക്കുമ്പോൾ അത്തരം ചർച്ചകളിലൊന്നും ഞാൻ താല്പര്യമില്ല. ഞാൻ ഇത് മുൻപേ എന്റെ കാര്യം പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളോ അതുപോലെ ചർച്ചകളോ നെഗറ്റീവോ പോസിറ്റീവോ ചർച്ചകളോ ഒന്നും അല്ല ഇതൊരു കാര്യം. കോൺഗ്രസ് 4-ാം തീയതി ഫലം വരട്ടെ, 4-ാം തീയതി ഫലം വരട്ടെ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അതിനാണ്. ഫലം വരുന്നവരെ കാത്തിരിക്കുക. കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഉണ്ടാവും, അവിടുത്തെ സിസ്റ്റം ഉണ്ട്, അവിടുത്തെ നേതാക്കന്മാരുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. നേതാക്കന്മാരെല്ലാം വളരെ ശാന്തരായിട്ടിരിക്കുകയാണ്. അതില്ലാത്ത ഞാൻ പറഞ്ഞ ആര് പറഞ്ഞാലും ഞാൻ പറയാം. എനിക്ക് അവരോടും പറയാനുള്ളത് ഈ കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ വലിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. ഞാൻ അതിന് സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ആസ് എ പാർട്ടിമാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 4-ാം തീയതി റിസൾട്ട് വരെ ജനങ്ങൾ നമുക്ക് അനുകൂലമായി വിധി എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് ഉറച്ച വിശ്വാസം. ആ ഉറച്ച വിശ്വാസം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതിനപ്പുറം വേറെ ഇതിന് മാത്രമാണ് ചോദിച്ചത്. ഈ കാര്യത്തിൽ ഇത്രയും പറഞ്ഞു. ഞാൻ പറയുന്നില്ല ഓരോരാൾക്കും അവരുടെ സ്വാതന്ത്ര്യം ഉണ്ടാക്കിയ സീനിയറിന്. ഞാൻ പറയുന്നത് പരസ്യ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കലാണ് നല്ലത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇതിപ്പം മാത്രമല്ല, ആരായാലും ഞാൻ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ പറയേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മൾ വേണ്ട ഇത്തരം ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില മാധ്യമങ്ങളൊക്കെ ഇന്നലെ മിഞ്ഞാനൊക്കെ ചർച്ച ചെയ്ത് എന്നെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങളിൽ വിഷമമില്ലേ? ഇല്ലേ? നമ്മൾ വട്ടപൂജയാന്നൊക്കെ പൂജയായിക്കോട്ടെ. ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ വിമർശനമൊക്കെ കണ്ടു. ചില മാധ്യമം അവരാണ് തീരുമാനിക്കുന്നത്, അവർ തീരുമാനിക്കട്ടെ. സഹോദര, ഞാൻ പറഞ്ഞു കൃത്യമായി ഫോർ ദ റിസൾട്ട്. ഈ റിസൾട്ട് കാരണം ഇതിനകത്ത് ഞാൻ എന്റെ കൃത്യമായ കാര്യം പറഞ്ഞു. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം നമുക്ക് യോജിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. ആ പ്രവർത്തിക്കുന്ന യോജിപ്പ് ഇപ്പോഴുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് ഭയങ്കര ഉരുൾപൊട്ടലുണ്ടാവും. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതായിരുന്നു നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ഥാനാർത്ഥി നിർണയം വന്നാൽ ഭയങ്കര ഉരുൾപൊട്ടലുണ്ടായിരിക്കും, വലിയ കലാപമായിരിക്കും ഉണ്ടാകുന്നത്. കേരളത്തിൽ ഒന്നും ഉണ്ടായില്ല. സ്മൂത്ത് ആയിട്ട് എല്ലാവരും യോജിച്ചു. അതുപോലെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കും. പാർട്ടിക്ക് ഒരു ലീഡർഷിപ്പ് ഉണ്ട്, അതനുസരിച്ച് പാർട്ടിക്ക് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്, നേതാക്കന്മാരുമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവും. ഇതെല്ലാം കൂടി എനിക്ക് ഒന്നിച്ചിരുന്ന് തീരുമാനമെടുക്കും. അതൊന്നും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരം പൊതു ചർച്ചകൾ ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയുന്നത്.